ഹായ്, ഐ എം തൊഹാനി. ഞാൻ ബി.ഫാം ഗ്രാജുവേറ്റഡ് ആണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഹാദ് എക്സാം ക്വാളിഫൈ ചെയ്തു ഈ ജൂലൈ 24th. ഫസ്റ്റ്ലി എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ടു ഓൾ മെഡ്വെഞ്ചർ ടീം, എസ്പെഷ്യലി ടു ഡോക്ടർ ആൻഡോസ്. സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് അത്രയും ഹെൽപ്ഫുള്ളാണ് അപ്പാർട്ട് ഫ്രം എക്സാം. ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയവർക്കും കുറേ ഗ്യാപ്പ് ഇട്ട് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് സാറിൻ്റേത്. നമുക്ക് മെയിനായിട്ട് ബേസിക് ഐഡിയാസ് നമുക്ക് സാറിൻ്റെ ക്ലാസ്സിലൂടെ മെഡ്വെഞ്ചർ ആപ്പിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് താങ്ക്സ് ടു മൈ മെൻറ്റർ ഡോക്ടർ അസ്ന മാം. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്തും മാം അവൈലബിൾ ആയിരിക്കും. അത് ഇൻ ബ്രീഫ് ക്ലാരിഫിക്കേഷൻ മൂലം നമുക്ക് വിത്തൗട്ട് എനി ഡിലേ നമുക്ക് പറഞ്ഞു തരും. ആൻഡ് നൗ ഇഫ് ഐ ടോക്ക് അബൌട്ട് മൈ പ്രിപ്പറേഷൻ ഫോർ എക്സാം, മെഡ്വെഞ്ചറിലെ ഇമ്പോർട്ടൻറ്റ് ഫയൽസാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അതിൽ 60% ഓർ എബോവ് അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എക്സാക്ട് ഫോമാറ്റിലല്ലെങ്കിലും ഒരു ഡിഫറെൻറ്റ് ബ്രീഫ് കേസൊക്കെ ആയിട്ടായിരിക്കും ചോദിക്കുക. ഈവൻ ഓപ്ഷൻ പോലും കുറച്ച് ലെങ്തി ആയിരിക്കും. പക്ഷെ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് കാൽക്കുലേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ നാസ് ഫയലിലുള്ള കാൽക്കുലേഷനാണ് മെയിനായിട്ട് ചോദിച്ചത് ഇൻ ഡിഫറെൻറ്റ് പാറ്റേൺ. ആൻഡ് എക്സാം ഡേറ്റ് എടുത്തവരോട് എനിക്ക് പറയാനുള്ളത്, ദർ ഇസ് നോ നീഡ് ടു ബി വെറി അബൌട്ട് യുവർ എക്സാം. ഇറ്റ്സ് വെരി ഈസി ടു ക്രാക്ക് ഇറ്റ്. നമ്മളെ ഇമ്പോർട്ടൻറ്റ് ഫയൽസിലുള്ള റാസിക് ഫയൽ, ഗ്രേ, ജിഹാദ് ആൻഡ് നാസ് ഫോർ കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ റെഫർ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് എക്സാം പാസ്സാവുന്നതേ ഉള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എക്സാം. ഗുഡ് ലക്ക്.